മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയാം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏത്? ഇതുമെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് കോട്ടയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പോൾ നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാമിങ് അടുത്തു അല്ലേ? വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ എക്സാമിനുള്ളൂ. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റും അല്ലേ? വളരെ കൃത്യനിഷ്ഠയോടെ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നല്ല മാർക്ക് വാങ്ങി എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പോലീസ് ഡ്രൈവറിന് വളരെ യൂസ്ഫുൾ ആയ കുറച്ച് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കാറ്റുകളെ കുറിച്ച് എപ്പോഴും എക്സാമിന് ചോദിക്കും. അപ്പോൾ മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? നമുക്കറിയാം അല്ലെ? ഏതാണ്? ചിനൂക്ക് ആണ്. ചിനൂക്ക് അറിയപ്പെടുന്ന പേരെന്താണ്? മഞ്ഞുതീനി എന്നറിയപ്പെടുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫൊന്നു, ഹർമാറ്റൻ, ലൂ അതിന്റെയൊക്കെ പ്രത്യേകത എന്താ? അതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഫൊൻ എന്ന് പറഞ്ഞാൽ, ഫൊൻ എവിടെ നിന്നാണ് വീശുന്നത്? ആൽപ്സ് ആണ് അല്ലെ? യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരകളിൽ ഉണ്ടാകുന്ന വരണ്ട കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. അപ്പൊ ഫൊൻ എവിടെയാണ്? യൂറോപ്പിലാണ്. യൂറോപ്പിലെ ഏത് പർവ്വത നിരയിലാണ്? ആൽപ്സ് പർവ്വത നിരകളിൽ വീശുന്ന വരണ്ട കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. അതുപോലെ ചിനൂക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന കാറ്റാണ് ചിനൂക്ക് എന്ന് പറഞ്ഞു. ചിനൂക്ക് എവിടെയാണ്? റോക്കീസ് പർവ്വത നിരകളുടെ കിഴക്കൻ ചെരുവിലാണ് ഈ ഒരു കാറ്റ് വീശുന്നത്. അപ്പോൾ ചിനൂക്ക് വീശുന്നത് ഏത് പർവ്വത നിരയിലാണ്? റോക്കീസ് ആണ്. റോക്കീസ് പർവ്വത നിരകളുടെ കിഴക്കൻ ചെരുവിലാണ് ചിനൂക്ക് എന്ന കാറ്റ് വീശുന്നത്. ഓക്കെ, അതുപോലെ മിസ്ട്രൽ കാറ്റ് എവിടെയാണ്? ഏത് രാജ്യത്താണ്? യൂറോപ്പിലാണ് അല്ലെ? മിസ്ട്രൽ കാറ്റ് യൂറോപ്പിലാണ്. അതുപോലെ ഡോക്ടർ എന്ന വിളിപ്പേരുള്ള കാറ്റ് ഏതാണ്? ഹർമാറ്റൻ ആണ് അല്ലെ? ഹർമാറ്റൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന ഉഷ്ണക്കാറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഹർമാറ്റൻ ആണ്. അപ്പോൾ ഹർമാറ്റൻ എവിടെയാണ്? പശ്ചിമ ആഫ്രിക്കയിൽ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. അതുപോലെ ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? ഹർമാറ്റൻ ആണ്. ഓക്കെ, അപ്പോൾ മിസ്ട്രൽ എവിടെയാണ്? യൂറോപ്പിലാണ്. അതുപോലെ ഡോക്ടർ എന്ന വിളിപ്പേരുള്ള കാറ്റ് ഏതാണ്? ഹർമാറ്റൻ ആണ് അല്ലെ? ഹർമാറ്റൻ എവിടെയാണ്? പശ്ചിമ ആഫ്രിക്കയിലാണ് ഹർമാറ്റൻ വീശുന്നത്. അപ്പൊ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഹർമാറ്റൻ ആണ്. ഓക്കെ, അപ്പോൾ കാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷൻ ആണ് നമ്മുടെ ജോഗ്രഫിയിൽ. അപ്പൊ അതിന്റെ ആ ഒരു പോർഷൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ എക്സാമിന് വളരെ കുറഞ്ഞ ദിവസമാണ് അല്ലേ ഇനിയുള്ളത്. അപ്പോൾ എന്ന് വരെ നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം? മാർച്ച് 5 വരെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഇനി വാരി വലിച്ച് പഠിക്കാനൊന്നും സമയമില്ല. അപ്പോൾ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ആപ്പിൽ റെക്കോർഡായിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ PDF നോട്ട്സ് എന്താണ്? നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കാണുമ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കൂടുതൽ എക്സാം എഴുതി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താ അറിയാൻ പറ്റുള്ളൂ? ഈ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അതുപോലെ തന്നെ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ആ ഒരു ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ എക്സാം എഴുതി നോക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കൂടുതൽ എക്സാം എഴുതി നോക്കിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമുക്കിതിൻ്റെ എല്ലാം PDF നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ വിചാരിക്കും ഇതിന് ഒരുപാട് ഫീസ് ഉണ്ടാവും അല്ലേ? ഇനി വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഉള്ളൂ. വെറും 1999 രൂപ മാത്രമേ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഞങ്ങൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെല്ലാവരും ഈ ഒരു എക്സാം എഴുതുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8089200474 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ജോഗ്രഫി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഗോളമർദ്ദ മേഖലകൾ. നമുക്കറിയാം, എപ്പോഴും ഇന്ത്യൻ ജോഗ്രഫിയെക്കാളും കൂടുതൽ ചോദിക്കുന്നത് വേൾഡ് ജോഗ്രഫിയാണ്.
അപ്പോൾ ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്തുക. അപ്പൊ ഇതെല്ലാം ഓൾറെഡി എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഡ്രൈവർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആഗോള മർദ്ദ മേഖലകൾ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. അത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്താനെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഏതാണ് നിർവാത മേഖല എന്ന് വെച്ചാൽ എന്താണ്, കാറ്റില്ലാത്ത മേഖല അല്ലെ, കാറ്റില്ലാത്ത മേഖലയാണ് നിർവാത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് കാറ്റില്ലാത്ത മേഖല എന്ന് പറയുന്നത്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് അല്ലെ. കാറ്റില്ലാത്ത മേഖല നിർവാത മേഖല എന്നറിയപ്പെടുന്നത് ഏത് ആഗോള മർദ്ദ മേഖലയാണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഓക്കെ, എന്താണ് ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് മധ്യരേഖയ്ക്ക് തെക്ക് എത്ര ഡിഗ്രിയാണ്, 5 ഡിഗ്രി. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ ആഗോള മർദ്ദ മേഖലയില് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെയാണ്, മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പൊസിഷൻ അവിടെയാണ് കേട്ടോ. അതുപോലെ തന്നെ വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. ഇപ്പൊ നിർവാത മേഖല എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്, വായു വൻതോതിൽ എങ്ങോട്ട് പോകുന്നു, മുകളിലേക്ക് ഉയർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ കാറ്റ് എന്താണ്, ഇവിടെ ഈ ഭാഗത്ത് കാറ്റ് വളരെ ദുർബലമാണ്. അപ്പോൾ കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖലയ്ക്ക് വേറൊരു പേരും കൂടി പറയും. ഏതാണ്, ഡോൾട്രം എന്നറിയപ്പെടുന്നു. അപ്പോൾ കാറ്റില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ ഒരു മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു, നിർവാത മേഖല, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ചിലപ്പോൾ ഡോൾട്രം എന്നായിരിക്കും. അപ്പോൾ രണ്ടും എന്താണ്, ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മർദ്ദ മേഖല അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ് ഡോൾട്രം എന്നറിയപ്പെടുന്ന ആഗോള മർദ്ദ മേഖല ഏതെന്ന് ചോദിച്ചാൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, അതുപോലെ ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, നമുക്ക് ഈസ്റ്റിങ്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതാനെന്നാണ് ക്വസ്റ്റ്യൻ. ഈസ്റ്റിങ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് ഈസ്റ്റിങ്സിന്റെ ആൻസർ എഴുതണമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ഫുള്ളായിട്ടും നന്നായിട്ട് മനസ്സിലാക്കി മാത്രമേ നമുക്ക് പ്രസ്താവന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈസ്റ്റിങ്സ് പഠിക്കണമെങ്കിൽ, ഈസ്റ്റിങ്സിന് ഒരു ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നോർത്തിങ്സിനെ കുറിച്ചും അറിവുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈസ്റ്റിങ്സ് എങ്ങനെയാണ്, എന്റെ പ്രസ്താവന എന്താ തന്നിരിക്കുന്നത്, വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. അടുത്ത പ്രസ്താവന എന്താ, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. അടുത്തത് ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു, അതുപോലെ മൂല്യം രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത് ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലേതാണ് ശരിയായ പ്രസ്താവന വരുന്നത്, 1, 3 എന്നീ പ്രസ്താവനകൾ എന്താണ്, ശരിയാണ്. ഓക്കെ, അപ്പൊ ഒന്നെന്താണ്, വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രസ്താവന എന്താ, ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിൽ എന്താണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി എന്തൊക്കെയാണ് ഈസ്റ്റിങ്സിനെ കുറിച്ചുള്ളത്, ബാക്കി എന്തൊക്കെ വേണം, ഇതാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ്റ്റിങ്സ് എങ്ങനെയാണ്, ഈസ്റ്റിങ്സ് ഏത് ദിശയിലാണ്, വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവയുടെ മൂല്യം എങ്ങനെയാണ്, കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. അപ്പൊ ഈസ്റ്റിങ്സിന്റെ മൂല്യം എങ്ങനെയാണ്, കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഈസ്റ്റിങ്സിന്റെ മൂല്യം എന്താണ്, കൂടി വരുന്നു. ഓക്കെ, അതുപോലെ ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുക. അപ്പൊ സ്ഥാനനിർണയത്തിന് പരിഗണിക്കുക എന്തിന്റെ മൂല്യമാണ്, ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് എന്തിനെ നിർണയിക്കുന്നത്, സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോർത്തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്, നോർത്തിങ്സിന്റെ പ്രത്യേകത എന്താ വരുന്നത്,
നോർത്തിങ്സ്. നോർത്തിങ്സ് എങ്ങനെയാ വരയ്ക്കുന്നത്? ഇത് കണ്ടോ, ഇതാണ് നോർത്തിങ്സ്. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് അല്ലെ നോർത്തിങ്സ് എങ്ങനെയാ വരുന്നത്? കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് നോർത്തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയുടെ മൂല്യം എങ്ങനെയായിരിക്കും? ഇവയുടെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഇവയുടെ മൂല്യം എങ്ങനെയാണ്? വടക്ക് ദിശയിലേക്ക് പോകുന്തോറും ഇവയുടെ മൂല്യം കൂടിക്കൂടി വരുന്നു. അതുപോലെ ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിന്റെ മൂല്യമാണ് സ്ഥാന നിർണയത്തിന് പരിഗണിക്കുക. അപ്പോൾ ഏത് മൂല്യമാണ് ഭൂപടത്തിന്റെ എവിടെയുള്ള മൂല്യമാണ് സ്ഥാന നിർണയത്തിന് പരിഗണിക്കുക എന്ന് പറയുന്നത്? ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിന്റെ മൂല്യമാണ് എന്തിന് പരിഗണിക്കുന്നത്? സ്ഥാന നിർണയത്തിന് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പൊ നോർത്തിങ്സും ഈസ്റ്റിങ്സും നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രസ്താവന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്ര ആയിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എത്രയാണ് വ്യത്യാസം വരുന്നത്? ഈ ഒരു വ്യത്യാസം അറിയാമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ പറയാം. എത്ര വരും? 6:30 AM ആണ്. അപ്പോൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്ര ആയിരിക്കുമെന്ന് ചോദിച്ചാൽ എത്രയാണ്? 6:30 AM ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ടൈം ഡിഫറൻസ് എത്ര വരുമെന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇന്ത്യൻ ജോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഭാഗമാണ് നമ്മുടെ ഉത്തര മഹാസമതലം അല്ലെ. ഇന്ത്യൻ ഭൂപ്രകൃതി എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഉത്തര മഹാസമതല പ്രദേശമാണ് അല്ലെ. ഉത്തര മഹാസമതല പ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. ഓക്കെ, അതുപോലെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഏതാണ്? ഉത്തര മഹാസമതലമാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷിഭൂമി ഏതാണ്? ഈ ഉത്തര മഹാസമതലമാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അതുപോലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി പ്രദേശമാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണ്. എത്ര ശതമാനം കാണപ്പെടുന്നു? ഒരു 40% ഇന്ത്യയിൽ ഏത് മണ്ണാണ് കാണപ്പെടുന്നത്? എക്കൽ മണ്ണ് കാണപ്പെടുന്നു. അപ്പോൾ ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന 2 തരം എക്കൽ മണ്ണുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ഖാദറാണ്, അടുത്ത ഏതാണ്? ഫംഗറാണ്. അപ്പോൾ ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന പുതിയതും ഫലപുഷ്ടിയുള്ളതുമായ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര് ഖാദർ എന്നാണ്. അതുപോലെ ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ്? ഫംഗർ എന്നാണ്. ഓക്കെ, അപ്പൊ ഫലപുഷ്ടി കുറഞ്ഞ എക്കൽ മണ്ണാണ് ഫംഗർ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏത്? ഇതുമെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ് അല്ലെ. ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്ന പ്രദേശം. ഓക്കെ, ഇത് നോക്ക്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത് ദേശീയ ജലപാതയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ്? ദേശീയ ജലപാത 3 ആണ് അല്ലെ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. അപ്പൊ എങ്ങനെയാണ്? ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കൊല്ലം ടു കോഴിക്കോട്. നേരത്തെ കൊല്ലം ടു കോട്ടപ്പുറം ആയിരുന്നു. ഇപ്പൊ ഏതാണ്? കൊല്ലം ടു കോഴിക്കോടാണ് ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ദേശീയ ജലപാത 1 ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത 1. അപ്പോൾ എവിടെയാണ്? ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ എവിടെ വരെയാണ്? ഹാൽഡിയ വരെയാണ്. അപ്പൊ ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്, അലഹബാദിനെ ഹാൽഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതുപോലെ ദേശീയ ജലപാത 2 ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത 2 വരുന്നത്. അപ്പോൾ എവിടെയാണ്? സാദിയ മുതൽ ദുബ്രി വരെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്. അതുപോലെ ദേശീയ ജലപാത 3
കൊല്ലം ടു കോഴിക്കോടാണ് അല്ലേ. നേരത്തെ ഏതായിരുന്നു? കൊല്ലം ടു കോട്ടപ്പുറം ആയിരുന്നു. ഇപ്പം അത് മാറി കൊല്ലം ടു കോഴിക്കോട്. അതുപോലെ ദേശീയ ജലപാത 4 ഏതാണ്? ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് എവിടെ മുതൽ എവിടം വരെയാണ്? കാക്കിനാട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ദേശീയ ജലപാത 4 എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ദേശീയ ജലപാത 5 ആണെങ്കിൽ എങ്ങനെയാണ്? പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മിണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത 5 എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ്? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നന്നായിട്ട് തന്നെ നോക്കി വെക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇവിടെ 45 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഉള്ളൂ. 1999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം മാക്സിമം ഈ 45 ഡേയ്സിൻ്റെ ഈ ഒരു ക്രാഷ് ബാച്ചിൽ ചേർന്ന് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ, ഈ ഒരു എക്സാം ഒരു ഗവൺമെൻറ് ജോലിയുടെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ കഷ്ടപ്പെട്ടാൽ എന്താണ്? നമുക്ക് നല്ലൊരു ജോലി കിട്ടും, നമ്മുടെ ലൈഫ് തന്നെ സെറ്റിൽ ആവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് കോട്ടയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ടയാണ് അല്ലേ. ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ പള്ളിപ്പുറം കോട്ട ആരാണ് നിർമ്മിച്ചത്? ഏത് യൂറോപ്യൻസ് ആണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ എന്താണ്? നമ്മുടെ CCയിലെ ടോപ്പ് റാങ്ക് വാങ്ങിച്ച കുട്ടികളുടെ ഫോട്ടോയാണ്. അപ്പോൾ ഡ്രൈവർ എക്സാമും ബാക്കി എല്ലാ എക്സാമുകൾക്ക് തന്നെ എപ്പോഴും ടോപ്പ് റാങ്ക് എപ്പോഴും ആർക്കായിരിക്കും? CCയിലെ സ്റ്റുഡൻസിനായിരിക്കും അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഫസ്റ്റും സെക്കൻഡ് തേർഡ് എല്ലാ റാങ്കുകളും എന്താണ്? CCയിലെ സ്റ്റുഡൻസിനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇതുപോലെ റാങ്ക് വാങ്ങിക്കണ്ടേ, ജോലി പ്രവേശിക്കണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് തന്നെ പഠിക്കുക, നല്ല റാങ്ക് വാങ്ങി പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.